ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സേമിയ വെച്ചിട്ട് കുനാഫ റെഡിയാക്കിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. അത് കാണുന്നത് പോലെ തന്നെ കഴിക്കാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കുനാഫയാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുനാഫ റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിൽ സേമിയ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ തിന്നായിട്ടുള്ള സേമിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രം മതി നമുക്ക് കുനാഫ റെഡിയാക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതിൻ്റെ ഒരു പകുതി ഭാഗത്തോളം ഞാൻ അതിലേക്കായിട്ട് മുറിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ അതൊരു പകുതി ഭാഗം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ആ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. വളരെ തിന്നായിട്ടുള്ള ഈ സേമിയ അതുപോലെ തന്നെ വളരെ നേർത്തതായിട്ട് തന്നെ പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതാ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. അപ്പോൾ ഇത് ഉരുക്കിയെടുത്ത ബട്ടറാണ്. ഇനിയിപ്പം അത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ബട്ടർ എത്തുന്ന തരത്തിലൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിലൊന്ന് കുഴച്ചെടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ ഇപ്പോൾ റെഡിയാക്കി ഒരു ഭാഗത്തേക്കായി മാറ്റി വെക്കാം. ഇനിയിപ്പം ഇതിലേക്കുള്ള മിക്സാണ് തയ്യാറാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു കപ്പോളം പാലും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ കട്ടിയൊന്നുമില്ലാത്ത തരത്തിലൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് ചെറിയ തീയിലായിട്ട് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെറിയ തീയിലായിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലോർ ഒന്ന് പാലിൽ കിടന്ന് വേവണം. ആ ഒരു സമയമാണ് വേണ്ടത് ഇതിനായിട്ട്. അങ്ങനെ ഇപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇതിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ക്രീം ചീസ് ചേർത്ത് കൊടുത്താൽ അതൊന്ന് അതിൽ യോജിക്കണ വരെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം ഒന്ന് ഇട്ട് ഫ്ലെയിമിലിടണ്ട. അപ്പോൾ വേഗം പിരിഞ്ഞ് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഈ സമയത്ത് ഗ്യാസ് ഓഫാക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചീസും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിക്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇപ്പോൾ അതും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുനാഫ സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഈ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പം ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് പാത്രം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു സേമിയ മിക്സിൽ നിന്ന് ഒരു പകുതി ഭാഗത്തോളമായിട്ട് വെച്ച് കൊടുക്കുക. അടിയിലായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ സേമിയൊക്കെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ചീസിൻ്റെയും കോൺഫ്ലോറിൻ്റെയും ഒക്കെ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൽ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിലൊന്ന് പരത്തി കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇപ്പോൾ എല്ലാ ഭാഗത്തും എത്തിക്കുന്ന തരത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചേർക്കുന്നത് മൊസറല്ല ചീസാണ്. അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരു ചീസി ടൈപ്പിലാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തെടുക്കുന്നത് കൊണ്ട് ഞാനിവിടെ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ സേമിയയും കൂടെ ബാക്കിയായിട്ട് ലെയർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിലായിട്ട് ഇനി അതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു 15 മിനിറ്റ് സമയമൊക്കെ ആയപ്പോഴത്തേന് അതിൻ്റെ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറ്റൊരു പാനിലായിട്ട് മറിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ അങ്ങനെ മറ്റൊരു പാനിലേക്കായിട്ട് ഞാനിപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതാ കുനാഫ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോഴാണ് ആ സോഫ്റ്റ്നെസ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ കുനാഫ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോഴാണ് ആ ചീസിൻ്റെയൊക്കെ ഒരു പെർഫെക്ഷൻ കിട്ടുന്നത്. അപ്പോൾ കടിക്കാനും തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുനാഫയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു തരത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ സേമിയ ഉണ്ടെങ്കിൽ നമുക്ക് കുനാഫ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.